ലിറ്റിൽ ഫ്ലവർ ചർച്ച് മാടപ്പള്ളി അഥവാ ഏലങ്കുന്ന് പള്ളി. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി താലൂക്കിൽ ചങ്ങനാശ്ശേരി ടൗണിൽ നിന്നും 8 കിലോമീറ്റർ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയവും നയനമനോഹരമായ ഗ്രാമമാണ് മാടപ്പള്ളി. ആദ്യകാലത്ത് പൊതുസ്ഥലമായി കിടന്നിരുന്ന പ്രദേശങ്ങൾ ലേലം ചെയ്തു കൊടുക്കുന്നതിന് സർക്കാർ ഉത്തരവായപ്പോൾ ക്രിസ്ത്യാനികളിൽ പലരും ആ സ്ഥലം ലേലത്തിന് പിടിച്ച് പേരിൽ കൂട്ടി. ലേലം ചെയ്ത് കിട്ടിയതായതിനാൽ അത് ലേലംകുന്ന് എന്ന് അറിയപ്പെടുകയും കാലാന്തരത്തിൽ അത് ഏലംകുന്നായി തിരുത്തുകയും ചെയ്തു. മാടപ്പള്ളി ഏലംകുന്ന പ്രദേശത്ത് ദേവാലയം ഉണ്ടാകണമെന്ന മോഹം വിശ്വാസികളിൽ വളർന്നപ്പോൾ ലേലം വഴി സ്വന്തമാക്കിയ വസ്തു ഉടമകളിൽ ഉദാരമതികളായ ഏതാനും പേർ അത് പള്ളി സ്ഥാപനത്തിനായി ദാനമായി നൽകി. ഒക്ടോബർ മാസത്തിൽ കുരിശും വിശുദ്ധ കൊച്ചുത്രേസ്യാമ്മയുടെ പടവും സ്ഥാപിച്ചുകൊണ്ട് ഒരു ചെറിയ ഷെഡിലായിരുന്നു തുടക്കം. അന്നു മുതൽ ക്രൈസ്തവരും അക്രൈസ്തവരുമായ ധാരാളം പേർ അതിൽ സംബന്ധിച്ചു. പലർക്കും അത്ഭുത അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. സമീപ പ്രദേശങ്ങളിലെല്ലാം ഇത് പ്രസിദ്ധമാകുകയും ചെയ്തു. പിന്നീട് 1940 പുതിയ പള്ളിക്ക് സർക്കാരിൽ നിന്നും അനുവാദം കിട്ടിയതിനെ തുടർന്ന് മറ്റൊരു ഷെഡ് നിർമ്മിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പണം തുടങ്ങി. 1941 ആദ്യവാരത്തിൽ പുതിയ പള്ളിയുടെ വെഞ്ചരിപ്പും വിശുദ്ധ കൊച്ചുത്രേസ്യാമ്മയുടെ തിരുനാളും നടത്തപ്പെട്ടു. ഇടവകക്കാർ തങ്ങളുടെ വിളവുകളുടെ ആദ്യ ഫലം ദേവാലയത്തിൽ എത്തിച്ച് വിളവിന്റെ നാഥന് സമർപ്പിക്കുകയും ചെയ്തു. അന്നുമുതൽ ജനുവരി ആദ്യവാരത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യാമ്മയുടെ തിരുനാൾ ദേവാലയത്തിൽ നടത്തപ്പെടുന്നു. പിൽക്കാലങ്ങളിൽ വിശ്വാസികളുടെ എണ്ണം കൂടുകയും തൽഫലമായി ദേവാലയം പുതുക്കിപ്പണിയുകയും 2003 നവീകരിച്ച ദേവാലയത്തിന്റെ കൂദാശ കർമ്മം നടത്തപ്പെടുകയും ചെയ്തു. ഇന്നും ഈ ഗ്രാമത്തിന്റെ തെളിവുകുറിയായി മാടപ്പള്ളി ചെറുപുഷ്പം ദേവാലയം നിലകൊള്ളുന്നു. തിരുനാളിനോടനുബന്ധിച്ച് വിശ്വാസികൾ നേർച്ചയായി പുഷ്പമൊടിയെടുക്കുക എന്നത് മാടപ്പള്ളിയുടെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ നാളുകളിൽ എല്ലാ വർഷവും വന്നുകൊണ്ടിരുന്ന വസൂരി, കോളറ, പലതരത്തിലുള്ള പനികൾ തുടങ്ങി പകർച്ചവ്യാധികൾ കൊച്ചുകുട്ടികളുടെ മുതൽ കുറെ ജീവനുകൾ അപഹരിച്ചു. ഈ രോഗകാഠിന്യവും വേദനയും മരണഭയവും മനുഷ്യനെ വല്ലാതെ അലട്ടിയിരുന്നു. ഇതിൽ നിന്ന് മുക്തി ലഭിക്കുവാനാണ് പുഷ്പമുടി നേർച്ചയായി സമർപ്പിക്കുന്നതെന്നാണ് വിശ്വാസം. മാടപ്പള്ളി ഇടവകയിൽ തിരുനാൾ സമയത്ത് നടത്തപ്പെടുന്ന കൊച്ചുത്രേസ്യ നാമധാരികളുടെ സംഗമം ശ്രദ്ധേയമാണ്. സ്വർഗത്തിൽ നിന്നും അനുഗ്രഹങ്ങളുടെ റോസാപുഷ്പങ്ങൾ വർഷിക്കുന്ന മാടപ്പള്ളി ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യാമ്മയുടെ ഈ വർഷത്തെ തിരുനാൾ ഡിസംബർ 30 ശനിയാഴ്ച 3:15 ചെറുപുഷ്പം തീർത്ഥാടനത്തോടുകൂടി ഏലംകുന്ന് കുരിശടിയിൽ നിന്നും ആരംഭിക്കുന്നു. ജാനുവരി 7 വരെ നടക്കുന്ന തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് വിശുദ്ധ കൊച്ചുത്രേസ്യാമ്മയുടെ മാധ്യസ്ഥതയിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ വിശ്വാസികളായ നാനാജാതി മതസ്ഥരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു.